ഹലോ പീപ്പിൾസ്, വെൽക്കം ബാക്ക് ടു സ്റ്റഡ്ഫോർഡ് സിഗ്നൽ. അങ്ങനെ നമ്മൾ ലിവർപൂളിനെ തകർത്തുകൊണ്ടുള്ള ആഘോഷങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു, അതിൻ്റെ സന്തോഷങ്ങളൊക്കെ നമ്മൾ പങ്കുവെച്ചു. അങ്ങനെ നമ്മൾ UCL കയറിയിരിക്കുകയാണ്. ഇനിയാണ് യഥാർത്ഥ ചോദ്യങ്ങൾ നമുക്ക് വരുന്നത്. അതായത് നമ്മൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ഏരിയ, പിച്ചിലുള്ള ഒരു ഏരിയ ഏതാണ്? അപ്പോൾ അത് മിഡ്ഫീൽഡാണ്, നമുക്കൊക്കെ അറിയാം. അതിൻ്റെ കൂടെ തന്നെ ഫുൾ ബാക്സിനെ വേണം, ഒരു സ്ട്രൈക്കർ വേണമെന്ന് ചോദ്യമുണ്ട്, സെർക്സി പോവുക, അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കുറച്ച് ട്രാൻസ്ഫർ ന്യൂസുകളെ കുറിച്ചിട്ടാണ്. ഞാൻ ആ ലിവർപൂളിൻ്റെ കുക്കിങ്ങും അതേപോലെ തന്നെ റിസൾട്ടുള്ള മാച്ച് റിയാക്ഷൻ്റെ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വളരെ ക്വയറ്റ് കമ്പോസ്ഡ് ആയിട്ട് കിട്ടിയ ന്യൂസൊക്കെ നിങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ഇവിടെ ചെയ്യുന്ന പരിപാടി. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. അതിന് കൂടെ തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള പ്ലേയേഴ്സ് ആരാണ് യുണൈറ്റഡിൽ കാണാൻ അടുത്ത സീസണിൽ എന്നുള്ളത് തീർച്ചയായിട്ടും താഴെ കോമൻറ്റ് ചെയ്യുക. പിന്നെ ഇപ്പോൾ ഞാൻ കണ്ടത് സിറ്റി ആർ ബോട്ടിലിംഗ് ദ ലീഗ്. അപ്പോൾ എലിയറ്റ് ആൻഡേഴ്സൺ സിറ്റിയിലോട്ട് പോകുമോ എന്നുള്ളത് കണ്ടറിയണം. എലിയറ്റ് ആൻഡേഴ്സൺ, ഇഫ് യുർ വാച്ചിങ്, ദിസ് ഈസ് സിറ്റി, അവർ ഫംബിളിയാണ്, കം ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും പുതിയ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോ. അതിന് കൂടെ തന്നെ നിങ്ങളുടെ കോമൻസൊക്കെ ചെറുപറാൻ താഴെ എഴുതിക്കോ. പറ്റാവുന്ന കോമൻസൊക്കെ ഞാൻ താഴെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ മിഡ്ഫീൽഡ് ടാർഗറ്റ്സ്, അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു ഏരിയ മിഡ്ഫീൽഡ് ആണെന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അതിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ന്യൂസ് പ്രകാരം എന്നെ കുറച്ച് കൺസേൺ ആക്കുന്ന ന്യൂസുകളുണ്ട്. അത് നിങ്ങൾക്ക് എത്രത്തോളം കൺസേൺ ആണെന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ പങ്കുവയ്ക്കുക. അതായത് ഞാനിപ്പോൾ ഇന്ന് കണ്ട ന്യൂസ്, 140 മില്യൺ അല്ലെങ്കിൽ 150 മില്യൺ പൗണ്ട്സാണ് നമ്മൾക്ക് മിഡ്ഫീൽഡിലോട്ട് ബഡ്ജറ്റ് വെച്ചിട്ടുള്ളത്. അതിൽ 3 മിഡ്ഫീൽഡേഴ്സ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നു. ഒരു മിഡ്ഫീൽഡറിന് മാക്സിമം 80 മില്യൺ പൗണ്ട്സും, രണ്ടാമത്തെ മിഡ്ഫീൽഡർക്ക് 40 മില്യൺ പൗണ്ട്സും, മൂന്നാമത്തെ മിഡ്ഫീൽഡർക്ക് 20 മില്യൺ പൗണ്ട്സുമാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ 20 ഉള്ളത്, ചിലപ്പോൾ 30 ആവാം, അതായിരിക്കാം 150 എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി 80 മില്യൺ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന പ്ലെയേഴ്സ് ആരാണ്? അതാണ് വലിയൊരു ചോദ്യത്തിനുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ലിസ്റ്റ് ഏകദേശം കൺഫേം ആയി, ഏതൊക്കെ പ്ലെയേഴ്സാണ് നമുക്ക് ടാർഗറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ പ്ലെയറെ നമുക്ക് യുണൈറ്റഡ് ഷർട്ടിൽ അടുത്ത സീസണിൽ കാണാൻ പറ്റുന്നുള്ളത്. അതിൽ തന്നെ 80 മില്യണുള്ള കസമീറോ റീപ്ലേസ്മെൻ്റ് ആയിട്ട് നമ്മൾ കാണുന്നത് എലിയറ്റ് ആൻഡേഴ്സൺ, കാർലോസ് ബലേബ, ആഡം വാർട്ടൺ, സാൻഡ്രോ ടൊണാലി, ചിയമീനി എന്നിങ്ങനത്തെ പ്ലെയേഴ്സാണ്. അതിൽ നമുക്കറിയാം, എലിയറ്റ് ആൻഡേഴ്സിനെ ഒന്നും 80 മില്യൺ കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന റിപ്പോർട്ട്സൊക്കെ ശരിയാണ്. ബേസിക്കലി യുണൈറ്റഡിൽ നിന്ന് പുൾ ഓഫ് ചെയ്യാൻ പോവുകയാണ് ആൻഡേഴ്സൺ ന്യൂസിൽ നിന്ന്. ഇനി ആൻഡേഴ്സൺ 120 മില്യൺ വേർത്തായിട്ടുള്ള പ്ലെയർ ആണോ എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഇത്തവണ ഈ സീസണിലെ കളികൾ കണ്ടതിൽ ഹീസ് എ 100 മില്യൺ മിഡ്ഫീൽഡർ. അതുള്ള കാര്യം പറയാം. ഡെക്ലൻ റൈസ് ആഴ്സണലിൽ പോയ പോലെയാണ് ഞാൻ എലിയറ്റ് ആൻഡേഴ്സിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കാണുന്നത്. ഒരു പ്രോപ്പർ മിഡ്ഫീൽഡറാണ്, ഒരു പവർ ഹൗസ് ആണ് മിഡ്ഫീൽഡിന് മൂപ്പര്. പക്ഷേ എന്നോട് ചോദിക്കുകയാണ് ഏത് മിഡ്ഫീൽഡറാണ് കസമീറോക്ക് റീപ്ലേസ്മെൻറ്റ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വുഡ് സേ UCL എക്സ്പീരിയൻസുള്ള ചീമിനി ആണെന്നുള്ള ഞാൻ എന്നോട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ 5 പേരുകളാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത്. അതിൽ ആഡം വാർട്ടൺ എത്രത്തോളം കിട്ടും എന്നുള്ളത് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. കാരണം ആഡം വാർട്ടനും കോബിമിനും ഏകദേശം ഒരേ ടൈപ്പ് ഓഫ് മിഡ്ഫീൽഡേഴ്സാണ്. എലിയറ്റ് ആൻഡേഴ്സൺ, കാർലോസ് ബലേബ ഡെഫിനറ്റ്ലി നമ്മൾ നോക്കുന്ന പ്ലെയറാണ്, ഒരു സംശയം വേണ്ട. പക്ഷേ ഈ 80 മില്യൺ ആണ് കാർലോസ് ബലേബയ്ക്ക് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ആരാണ് മണ്ടന്മാർ? നിങ്ങൾ താഴെ കോമൻറ്റ് ചെയ്യുക. ചിയമീനി 80 മില്യൺ പ്ലെയറാണ്, സാൻഡ്രോ ടൊണാലി ഒരു 80 മില്യൺ പ്ലെയറാണ്. പക്ഷേ എഗെയിൻ ഞാൻ പറയുന്നു, എലിയറ്റ് ആൻഡേഴ്സൺ ആൻഡ് സാൻഡ്രോ ടൊണാലി ഇവർ രണ്ടുപേരും 80 മില്യണിന് പോകുന്ന പ്ലേയേഴ്സ് അല്ല. ഇവർക്ക് മിനിമം 100 മില്യൺ എന്തായാലും ഏതെങ്കിലും ക്ലബ്ബ് സ്പെൻഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ ക്ലബ്ബ് പോകുന്നത് റൈറ്റ് ഡയറക്ഷനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സത്യം പറഞ്ഞൊരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. അതിന് ആൻസർ ഇപ്പോൾ തരാൻ പറ്റുകയാണെങ്കിൽ ഈ ന്യൂസ് കാണുന്നതിൽ നിന്ന് ഇനിയോസ് ആർ നോട്ട് ആക്ടിങ് ലൈക്ക് എ ബിഗ് ക്ലബ് എന്ന് ഞാൻ ഇവിടെ പറഞ്ഞു വയ്ക്കുകയാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മിഡ്ഫീൽഡിലോട്ട് ഒരു 100 മില്യൺ സൈനിങ് എന്തായാലും വരണം. അങ്ങനത്തെ ഒരു പവർ ഹൗസ് മിഡ്ഫീൽഡർ മസ്റ്റായിട്ട് വന്നേ പറ്റുള്ളൂ. അത് എലിയറ്റ് ആൻഡേഴ്സൺ ആവാം, ടൊണാലി ആവാം, മേ ബി ചിയമീനി ആവാം, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ നമ്മൾ ഈ 40 മില്യണിനും 20 മില്യണിനൊക്കെ പ്ലേയേഴ്സിന് നോക്കുമ്പോൾ ആ പ്ലെയറുടെ പേരുകൾ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ക്വാളിറ്റിയാണ് ആ പ്ലേയേഴ്സിലുള്ളതെന്നുള്ളത്. അപ്പോൾ ഞാൻ 80 മില്യണിൻ്റെ പ്ലേയേഴ്സിനെ പറഞ്ഞു, അത് കസമീറോ റീപ്ലേസ്മെൻ്റ് ആണ്. ഈ 40 മില്യണിൻ്റെ പ്ലേയേഴ്സിൻ്റെ പേര് പറയുന്നത് മത്തിയസ് ഫെർണാണ്ടസ്, വെസ്റ്റ് ഹാമിൽ കളിക്കുന്ന, അലക്സ് സ്കോട്ട് ബോൺമൗത്തിലുള്ള, ആൻഡ് ടൈലർ ആഡംസ് ബോൺമൗത്തിലുള്ള. ഈ 3 പേരാണ് നമ്മൾ 40 മില്യണിന് ഉഗാർത്തേക്ക് പകരമായിട്ട് നോക്കുന്ന പ്ലെയേഴ്സ്. ഇവരൊക്കെ 40 മില്യൺ പ്ലെയേഴ്സ് ആണോ? കാരണം മത്തിയസ് ഫെർണാണ്ടസ് ഒരു അടിപൊളി ഫുട്ബോളറാണ്, ഒരു കിടിലൻ മിഡ്ഫീൽഡറാണ്, ഇല്ല എന്ന് പറഞ്ഞില്ല. പക്ഷേ നമുക്ക് വേണ്ട ഒരു സെക്കൻഡ് ടൈപ്പ് ഓഫ് മിഡ്ഫീൽഡർ ആണോ മത്തിയസ് ഫെർണാണ്ടസ്? എൻ്റെ കാഴ്ചപ്പാടിൽ ഹീസ് എ തേർഡ് മിഡ്ഫീൽഡർ, ഒരു സ്ക്വാഡ് പ്ലെയറായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്ന തേർഡ് മിഡ്ഫീൽഡർ. അതേപോലെ തന്നെ അലക്സ് സ്കോട്ട് ആയാലും ടൈലർ ആഡംസ് ആയാലും അവർ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടിയിട്ട് UCL കളിക്കാൻ പറ്റുന്ന ഒരു സെക്കൻഡ് മിഡ്ഫീൽഡർ എനിക്ക് തോന്നുന്നില്ല. ഇനി തേർഡ് മിഡ്ഫീൽഡർ കാര്യം പറയുമ്പോൾ ഇതിനെക്കാട്ടും വലിയ കോമഡിയാണ്. 20 മില്യണിന് വേണ്ടിയിട്ട് സ്ക്വാഡ് പ്ലെയറായിട്ട് കൊണ്ടുവരാൻ പോകുന്നത് നമ്മൾ ഷിയ ചാൾസിനെയാണ്. ഈ ഷിയ ചാൾസിനെ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. മൂപ്പര് ഇപ്പോൾ
സൗത്ത് ആംപ്ടണിൽ എന്തോ കളിക്കുന്ന ഒരു പ്ലെയറാണ്. അതായത് ജെയ്സൺ വിൽകോക്സിന് നല്ല പരിചയമുള്ള പ്ലെയറാണ്. സ്വാഭാവികമായിട്ടും ജെയ്സൺ വിൽകോക്സിൻ്റെ ആഗ്രഹമാണല്ലോ ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഷിയ ചാൾസിനാണ് നമ്മൾ തേർഡ് മിഡ്ഫീൽഡർ നോക്കുന്നത്. ഇപ്പോൾ ചാമ്പ്യൻഷിപ്പിൽ കളിക്കുന്ന ഒരു മിഡ്ഫീൽഡറാണ്. എത്ര ചാമ്പ്യൻഷിപ്പിൽ കളിക്കുന്ന മിഡ്ഫീൽഡേഴ്സ് ഒരു ബിഗ് 6 ക്ലബ്ബിൽ വന്നിട്ട് ക്ലിക്കായിട്ടുണ്ട്? എൻ്റെ അറിവിൽ വളരെ കുറവാണ്. ആർച്ചി ഗ്രേ, ബെർഗോൽ ഇങ്ങനത്തെ പ്ലേയേഴ്സാണ്. പക്ഷേ അവരിപ്പോൾ നിൽക്കുന്നത് ടോട്ടനാമിൻ്റെ കൂടെ റെലിഗേഷൻ ഫൈറ്റിലാണ്. ഇതാണ് എന്നെ പേടിപ്പിക്കുന്ന സംഭവം. അപ്പോൾ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന പ്ലേയേഴ്സ് നമുക്ക് വേണ്ട ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സ് ആണെന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. ഇനിയോസ് കറക്റ്റ് ഡയറക്ഷനിലാണോ ഈ മിഡ്ഫീൽഡ് സെർച്ച് അല്ലെങ്കിൽ മിഡ്ഫീൽഡ് റിക്രൂട്ട്മെൻറ്റ് കൊണ്ടുവന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ എം റിയലി വറീഡ്. കഴിഞ്ഞ സീസണിൽ നമ്മൾ അറ്റാക്കിംഗ് എൻഫോഴ്സ്മെൻറ്റ്സ് നടത്തിയപ്പോൾ കുനിയ, എംബൂമ, സെസ്കോ ഇവർ 3 പേരും പ്രൂവൺ പ്ലെയേഴ്സാണ്, എക്സ്പീരിയൻസ് പ്ലെയേഴ്സാണ്. എസ്പെഷ്യലി കുനിയൻ, എംബൂമോ. സെസ്കോ ആണെങ്കിൽ UCL എക്സ്പീരിയൻസ് ഉള്ള പ്ലെയറാണ്. നമ്മുടെയൊക്കെ ഡ്രീം സൈനിങ്സ് ഒരു ആൻഡേഴ്സണും ബലേബയും ചിയമീനിയാണ്. അതിൽ തന്നെ ബലേബ തേർഡ് മിഡ്ഫീൽഡറായിട്ടും ചിയമീനി ഒരു സെക്കൻഡ് മിഡ്ഫീൽഡറായിട്ടും അല്ലെങ്കിൽ ആൻഡേഴ്സൺ ഒരു ഫസ്റ്റ് മിഡ്ഫീൽഡറായിട്ടും നമ്മൾ കാണുന്നത്. അത് നമ്മുടെ ഡ്രീം സൈനിങ് ആണ്. പക്ഷെ നമ്മുടെ ഡ്രീം സൈനിങ്സ് ഒന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ന്യൂസ് കാണിക്കുന്നത്. ഇതെന്നെ എന്താ പറയുക, വളരെ ഡിസപ്പോയിൻറ്റഡ് ആണ്. എസ്പെഷ്യലി ലിവർപൂളിനെതിരെ ഇങ്ങനെ ഒരു ജയിച്ച് നിൽക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ന്യൂസ് കാണുമ്പോൾ വളരെ ഡിസപ്പോയിൻറ്റഡ് ആണ്. നമ്മൾ എഗെയിൻ ലിവർപൂളിനെതിരെയുള്ള മാച്ചിലും കണ്ടു, നമ്മുടെ മെയിൻ ഇഷ്യൂ മിഡ്ഫീൽഡാണ്. നമ്മൾ വളരെ ഓപ്പണാണ്. കഴിഞ്ഞൊരു 5-6 ഗെയിം എടുത്തു കഴിഞ്ഞാൽ കാരക്കിൻ്റെ അണ്ടറിൽ നമ്മുടെ മിഡ്ഫീൽഡ് വളരെ ഓപ്പണാണ്. മെയിനുവിന് ഡബിൾ പണിയെടുക്കണം. അതായത് കസമിറോൻ്റെ ഗ്രൗണ്ട് കൂടി മെയിനു കവർ ചെയ്യണം. അപ്പോൾ UCL ഫുട്ബോളിലൊക്കെ പോകുമ്പോൾ അത്രയും വലിയ ഗ്രൗണ്ട് കവർ ചെയ്യാനുള്ള കപ്പാസിറ്റി മെയിനുവിന് ഇല്ല. അവിടെ തന്നെ നമ്മൾ എക്സ്പോസ്ഡ് ആവും. കാരണം അത്രയും ക്വാളിറ്റി ഓഫ് ടീംസിനെതിരെ നമ്മൾ കളിക്കാൻ പോകുന്നത്. അതിലിപ്പോൾ ന്യൂസ് കണ്ടോ എനിക്കറിയില്ല, നമ്മൾ മിക്കവാറും ചാമ്പ്യൻസ് ലീഗിൻ്റെ പോട്ട് 2-ലായിരിക്കും ഉണ്ടാവുക. വിച്ച് മീൻസ് വി ഹാവ് ടു പ്ലേ ഈതർ PSG, ബയൺ മ്യൂണിക്, ഇന്റർ മിലാൻ അങ്ങനത്തെ ക്ലബിന് നമ്മൾ ഫസ്റ്റ് തന്നെ കളിക്കേണ്ടി വരും. ഫസ്റ്റ് ഗ്രൂപ്പ് സ്റ്റേജിൽ കളിക്കേണ്ടി വരും. സോ അങ്ങനത്തെ സ്റ്റേജിലൊക്കെ ഈ ടൈപ്പ് മിഡ്ഫീൽഡേഴ്സാണ് നമുക്ക് വരുന്നതെങ്കിൽ നമുക്ക് എന്തായാലും പണി കിട്ടും. ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, നമ്മളെന്തായാലും എലിയറ്റ് ആൻഡേഴ്സിനെയും കാർലോസ് ബലേബേനെയും ചിയമീനിനെയും ടൊണാലിനെയും അല്ലെങ്കിൽ വാർട്ടനെയും ഒരുമിച്ച് വാങ്ങാൻ പോകുന്നില്ല. ഇതിലൊരാളെ വാങ്ങുള്ളൂ. അതാരായിരിക്കണം? നിങ്ങൾ താഴെ കോമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് സെറ്റിൽ നിന്ന് മത്തേസ് ഫെർണാണ്ടസ്, അലക്സ് സ്കോട്ട്, ടൈലർ ആഡംസ് ഈ 3 പേരിൽ ഒരാളെ വരുള്ളൂ. അതാരാണം നിങ്ങൾ കോമൻറ്റ് ചെയ്യുക. തേർഡിൽ എനിക്ക് ആകെ ഒരു പേരെ കാണുന്നുള്ളൂ, ഷിയ ചാൾസ് ആണ്. മേ ബി ഹെയ്ഡൻ ഹാക്നി വന്നേക്കാം, ന്യൂസ് കാണുന്നുണ്ട്. പക്ഷേ ഐ ഫീൽ, ഇൻ മൈ ഒപ്പീനിയൻ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചെയ്യാൻ പോകുന്നത്, നമ്മളെയൊക്കെ നിരാശപ്പെടുത്താൻ പോകുന്നത്, ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി കാർലോസ് ബലേബ, മത്തേസ് ഫെർണാണ്ടസ് ഓർ അലക്സ് സ്കോട്ട് ആൻഡ് ഷിയ ചാൾസ്. ഇതാണോ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് UCL കയറിയ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ട മിഡ്ഫീൽഡ് എന്നുള്ളത്? നിങ്ങൾക്ക് താഴെ കോമൻറ്റ് ചെയ്യാം. കാരണം ഇത് വളരെ 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 ഡിസപ്പോയിൻറ്റിങ് ന്യൂസാണ്. ഇത് സത്യമാവല്ലേ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ന്യൂസുകൾ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇങ്ങോട്ടാണ് നമ്മുടെ പോക്ക്. ആൻഡ് ഇങ്ങോട്ടാണ് പോക്കെങ്കിൽ കാരിക്കിനെ ഇവിടെ വെച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. കാരണം ഈ പ്ലേയേഴ്സിനെ വെച്ചിട്ട് കാരിക്കിന് ഒരു കുന്തും ചെയ്യാൻ പറ്റില്ല. ദർ ഇസ് നോ ക്വാളിറ്റി. ബലേബ ആയാലും മത്തേസ് ഫെർണാണ്ടസ് ആയാലും ഷിയ ചാൾസ് ആയാലും ഒരു ബിഗ് ഗെയിം പ്ലേയേഴ്സ് അല്ല. അവരൊരു സ്ക്വാഡ്, ഈ ഇൻക്ലൂഡിങ് ബലേബനെ ഞാൻ സ്ക്വാഡ് പ്ലെയറുടെ കാണുന്നുള്ളൂ. അപ്പോൾ എന്ത് കണക്കിനാണ് ഇവർ ഈ പ്ലേയേഴ്സിനെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ടീമിനെ എലിവേറ്റ് ചെയ്യാൻ നോക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി വേറൊരു കോമഡി കൂടി പറഞ്ഞുതരാം, ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ പറഞ്ഞുതരാം എൻ്റെ കാഴ്ചപ്പാടെന്ന്. ചിലപ്പോൾ ഇത് പറയുമ്പോൾ നെഗറ്റീവാന്നൊക്കെ പറയും, പക്ഷേ ഈ ഫ്യൂച്ചർ ഓഫ് ക്ലബിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മൾ ബലേബെ മേടിച്ചു, മത്തിയാസ് ഫെർണാണ്ടസ് മേടിച്ചു, ഷിയ ചാൾസിനെ മേടിച്ചു വിചാരിക്കുക. നമ്മുടെ മെയിൻ മിഡ്ഫീൽഡർ ആരാണ്? കോബി മേനു. ഈ കോബി മേനു മാത്രമാണ് നമ്പർ 6 ആയിട്ടും നമ്പർ 8 ആയിട്ടും കളിക്കാൻ പറ്റുന്ന മിഡ്ഫീൽഡർ ഇപ്പോൾ ഉള്ളതിൽ. ആൻഡ് ഹീ ഈസ് സോ ഗുഡ്. ഈ ഇത്രയും ലിസ്റ്റ് എടുത്തതെന്ന് ഇൻക്ലൂഡിങ് ബലേബ, മത്തേസ് ഫെർണാണ്ടസ് ആൻഡ് ഷിയ ചാൾസിൽ കോബി മേനു കമ്പയർ ചെയ്യുമ്പോൾ കോബി മേനു ഈസ് ദ മോസ്റ്റ് ബ്രില്യൻ ക്വാളിറ്റി മിഡ്ഫീൽഡർ. ആ കോബി മേനു എങ്ങാനും ഒരു ACL MCL വന്നിട്ട് ഇഞ്ചോർഡ് ഒരു സീസൺ ഔട്ടായി നമ്മൾ എന്ത് ചെയ്യും? ഇതാണ് ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാവണ്ടേ നമ്മുടെ ക്ലബ്ബ് അറ്റ്ലീസ്റ്റ് കാര്യങ്ങൾ ചിന്തിക്കേണ്ടത്. ഇതൊന്നും ചിന്തിക്കാതെ 150 മില്യനാണ് മിഡ്ഫീൽഡ് ടാർഗറ്റ്സിന് എന്ന് പറയുന്നത്. കഴിഞ്ഞ സീസണിൽ UCL ഇല്ലാതെ 200 മില്യൺ നമ്മൾ സ്പെൻഡ് ചെയ്തു. ഈ സീസണിൽ UCL ഉണ്ടായിട്ടും നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് വെറും 150 മില്യണാണ്. അത് മിഡ്ഫീൽഡേഴ്സിൻ്റെ മുകളിൽ. എഗെയിൻ ഞാൻ പറയുന്നു, നമുക്ക് വരാൻ പോകുന്നത് മാക്സിമം 4 പ്ലേയേഴ്സ് ആയിരിക്കും. എൻ്റെ കാഴ്ചപ്പാടിൽ അതാണ്. ആൻഡ് ഐ എം പ്രിറ്റി ഷുവർ കാരിക്കാണ് മുന്നോട്ട് ഈ ടീമിനെ വെച്ച് പോകുന്നതെങ്കിൽ നവംബർ ആകുമ്പോഴേക്കും നമ്മൾ വേറെ കോച്ചിനെ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കോമൻറ്റ് ചെയ്യുക. കാരണം ലിവർപൂളിനെതിരെയുള്ള ജയം കഴിഞ്ഞ് നിൽക്കുന്ന അത്രയും ഒരു പോസിറ്റീവ് മൊമെൻറ്റിൽ നിൽക്കുന്ന സമയത്ത് കേട്ട ന്യൂസ് കണ്ടപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ആൻഡ് ഇത് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്, ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് കറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഹാസ് ടു ഇംപ്രൂവ് ദ മിഡ്ഫീൽഡ് ഏരിയ. കംപ്ലീറ്റ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്തേ പറ്റുള്ളൂ. കാരണം അല്ലെങ്കിൽ നമ്മളൊരു റെലിഗേഷൻ ബാറ്റിലോ ഒരു മിഡ് ടേബിൾ ബാറ്റിലോ UCL ക്വാളിഫിക്കേഷൻ
അതായത് റൗണ്ട് ഓഫ് 16 പോലും കാണാതെ പുറത്തായി പോകേണ്ടി വരും എന്നുള്ള പേടി എനിക്കുണ്ട്. ആ പേടി ഇതിൽ പലർക്കും, ഈ കേൾക്കുന്ന പലർക്കും ഉണ്ടാവാം. അതോ നിങ്ങൾ ഭയങ്കര പോസിറ്റീവായിട്ടാണ് ഈ ബലേബ, മത്തിയാസ് ഫെർണാണ്ടസ്, ഷിയ ചാൾസ് എന്ന റിക്രൂട്ട്മെൻറ്റ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക എന്തുകൊണ്ടാണെന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതിന് കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലോട് പുതിയ ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബെല്ലൈക്കൺ അമർത്താൻ മറക്കണ്ട. പിന്നെ നിങ്ങളുടെ കോമൻസ് ഒക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ബാക്കിയുള്ള യുണൈറ്റഡ് ഫാൻസിനും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവർക്കും ഈ ന്യൂസ് പോകണം, നമ്മുടെ റിയാലിറ്റി എന്താണെന്ന് അവർ മനസ്സിലാക്കണം. ഞാൻ വളരെ ഒരു നെഗറ്റീവ് ഫേസിലായിരിക്കുന്നത്, കാരണം ഈ ന്യൂസ് കേട്ടപ്പോൾ വളരെ സാഡാണ്. നിങ്ങളായിട്ട് പങ്കുവെക്കണം എന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തതാണ്. ലെറ്റ് മീ നോ ഇൻ ദ കോമൻറ്റ്സ്. പോസിറ്റീവായി റിപ്ലൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാക്സിമം പോസിറ്റീവായിട്ട് തരിക. എനിവേസ്, ലെറ്റ് സി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. ഇനി നെക്സ്റ്റ് വീഡിയോ ഞാൻ പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ വിങ്ങേഴ്സ് ആരുവാണെന്നാണ്. സോ ലെറ്റ് മീ നോ ഇൻ ദ കോമൻറ്റ്സ്. നിങ്ങൾക്ക് ഏതെങ്കിലും വിങ്ങറിനെ ടാർഗറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന വിങ്ങറിനെ ഇഷ്ടമാണെങ്കിൽ വി ക്യാൻ ഡു എ കമ്പാരിസൺ വീഡിയോ. ഒരു വിങ്ങറിനെ വെച്ച് നമുക്ക് കമ്പയർ ചെയ്തുകൊണ്ടൊരു വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കാണാൻ ആഗ്രഹമുള്ള വിങ്ങേഴ്സിനെ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോ വിങ്ങേഴ്സിനെ കുറിച്ച് ചെയ്യാം, ലെഫ്റ്റ് വിങ്ങേഴ്സ്. യെസ്, അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ഏരിയ അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു ഏരിയ മിഡ്ഫീൽഡാണ്. ആ മിഡ്ഫീൽഡിനെ കുറിച്ചുള്ള ന്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഐ തിങ്ക് വി ആർ സ്ട്രഗ്ലിങ്, കാരണം ബാക്കിയുള്ള ടീംസിന് മിഡ്ഫീൽഡേഴ്സിനെ വേണം. സോ ഐ തിങ്ക് ഇനിയോസ് ആർ സ്ട്രഗ്ലിംഗ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ദേ ആർ നോട്ട് ഗോയിങ് ഫോർ ബെസ്റ്റ് ഇൻ ക്ലാസ്. അവരുടെ റാഡ്ക്ലിഫ് അപ്പൂപ്പൻ്റെ ബെസ്റ്റ് ഇൻ ക്ലാസ് സംഭവിക്കുന്നില്ല. എനിവേസ്, ലെറ്റ്സ് സീ.